ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ റെസിസ്റ്റൻസ് ലെവൽ, സപ്പോർട്ട് ലെവൽസ് അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ചാർട്ട് നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മൂവ്മെൻറ്റ്സ് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഒരു അപ്പ് ഡൗൺ, പിന്നെ ഒരു കൺസൾട്ടേഷൻ ഫേസ് ചെയ്ത് അതിന് ശേഷം ഡൗൺ സൈഡ് വന്ന് പിന്നെ അപ്പ് സൈഡിലേക്ക് പോയി പിന്നെ ഡൗൺ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ പിവറ്റ് ചാർട്ടുകൾ മെയിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ പിവറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ക്യാമറയുടെ സെറ്റപ്പാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ട്രിക്കോ ടിപ്സോ ഒന്നും മറച്ചു വെച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണ് എവിടെ നിന്ന് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുമ്പോൾ ഒത്തിരി ആൾക്കാർ പെയ്ഡ് വെർഷനായിട്ടൊക്കെ മാറ്റി വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. നമ്മൾ പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ആർക്കും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ട് സെറ്റപ്പുകൾ, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ഓരോ സെർച്ചിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ പിവറ്റിൻ്റെ സപ്പോർട്ടിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫേസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒരു 2-3 ഡേയ്സ് ഈ റേഞ്ച് മാർക്കറ്റ് ട്രേഡിന് ശേഷം ഒരു ഡൗൺ ട്രെൻഡ് ഇന്നും കിട്ടിയിരിക്കുകയാണ്. മോർണിംഗിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് സ്ട്രഗിളിങ്ങിലായിരുന്നു. 15 മിനിറ്റ് ചാർട്ടിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓൾമോസ്റ്റ് മാർക്കറ്റ് സ്ട്രഗിളിങ്ങിലായിരുന്നു ഈ ഒരു സ്റ്റേജ് മൊത്തം. അതിനുശേഷം അപ്സൈഡ് മൂവ് കിട്ടി. എന്നാലും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ബ്രേക്കൗട്ട് പോയിന്റിൽ പോകുമായിരുന്നെങ്കിൽ ഇത് ഔട്ട്സൈഡിലേക്ക് പോയതിന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടോട്ടൽ മൂഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ബീരിഷ് മൂഡിലാണ് മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ ഡൗൺ സൈഡ് പിടിച്ച് പോരുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്താലും സപ്പോർട്ട് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ബ്രേക്ക് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മാർക്കറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ്. രണ്ട് സൈഡിലേക്ക് നമ്മളൊരു വ്യൂ വെച്ച് എന്നും ഏത് രീതിയിലും ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു സ്ട്രഗ്ലിംഗ് മാർക്കറ്റിലും കുറച്ച് മൂവ്മെൻറ്റ്സുകളൊക്കെ കിട്ടി, പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. നമ്മൾ മേജറായിട്ട് 2-3 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലാണ്. ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് 25,100ലാണ്. അവിടുന്ന് ഒരു അപ്സൈഡ് മൂവ് നമുക്ക് കിട്ടുകയാണെങ്കിൽ 200 പോയിൻ്റ് എബോ അപ്സൈഡ് മൂവ് കിട്ടുവാണെങ്കിൽ 25,330 തൊട്ട് 25,370 വരെയുള്ള ആ റേഞ്ചിൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിൽ നമുക്ക് ട്രേഡ് ചെയ്യത്തക്ക വിധത്തിൽ റെസിസ്റ്റൻസ് ഫോളോ നമുക്കിത് മാർക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അത് ആ ഒരു റേഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് 25,000 തൊട്ട് 24,960 ആ റേഞ്ചിലാണ്. നമ്മൾ എപ്പോഴും ഒരു എക്സാക്ട് പോയിന്റിൽ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തില്ല. അവിടെ വന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പിന്നെ അപ്പ് സൈഡ് പോയി ഡൗൺ സൈഡ് പോയി ഈ റേഞ്ച് മാർക്കറ്റിൽ നിന്ന് പിന്നെ ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്കൊരു ബ്രേക്കൗട്ട് പോയിൻ്റായിട്ടൊക്കെ ആക്ട് ചെയ്തും അങ്ങനെ നമുക്കൊരു കൺഫർമേഷനായിട്ട് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. മേജർ ലെവൽസുകൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോ ചെയ്ത പോലെ തന്നെ 25,580 എബോ ആണ് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യുന്നത്. അതുപോലെ ഡൗൺ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 24,750 ആ റേഞ്ചിലാണ് മേജറായിട്ടുള്ള സപ്പോർട്ടുകൾ നമ്മൾ ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലെ ഒരു വ്യൂ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ട്രേഡിംഗ് ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ ട്രേഡ് ചെയ്തവരുണ്ടാവും. ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് ബ്രേക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ ഒരു കൺസൾട്ടേഷൻ ഫേസ് വന്ന സമയത്ത് ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഈ ബ്രേക്കൗട്ട് ചെയ്യുന്ന മേൽ അപ്സൈഡിലേക്ക് പോകും. അതൊരു നല്ലൊരു റാലി ഇവിടെ ക്യാച്ച് ചെയ്തവർ വളരെയേറെ ഉണ്ടാവും. കാരണം ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഡെയിലി ചാർട്ട് അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കത് നിഫ്റ്റി 50യുടെ ഈ അനാലിസിസ് നോക്കിയതിന് ശേഷം നമുക്കന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നൊക്കെയാണ് മൂവ്മെൻറ്റ്സ് കിട്ടിയത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 1 അവറിൻ്റെ ഒരു ചാർട്ടാണിത്. സെയിം നിഫ്റ്റിയെ പോലെ തന്നെ സ്ട്രഗ്ലിംഗ് ചെയ്ത് മാർക്കറ്റ് അപ്പ് സൈഡ് പോയി പിന്നെ വന്നു, പിന്നെ ഡൗൺ സൈഡിലേക്ക് വന്നു. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ട്രെൻഡ് ലൈനൊക്കെ ഇങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്, മാർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഇനി സപ്പോർട്ടിലേക്ക് വരുന്നില്ല. ഇപ്പോൾ പിന്നെ ആ സപ്പോർട്ടിലേക്ക് വരുന്ന ലെവലാണ്. ആ ലെവൽ നോക്കുകയാണെങ്കിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് ലെവൽ ആക്ട് ചെയ്യുന്നത് നമുക്ക് 56,650 തൊട്ട് 56,560 ആ റേഞ്ച് വരെയാണ് ഈ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഡൗൺ ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് പോകാം. അതിൻ്റെ ആ പോകുന്ന സമയത്ത് നമുക്കൊരു റെസിസ്റ്റൻസ് ഇവിടെ 1, 2, 3ാമത്തെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാൻ പറ്റുന്നത് 57,230 അടുത്തും അതുപോലെ 57,330 അടുത്തായിട്ട് നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഫേസ് ചെയ്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. നാളെ ഒരു ഫ്രൈഡേ ആണ്. കുറച്ച് ദിവസം നാളായിട്ട് കുറച്ച് ഡേയ്സായിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് ഈ വീക്കിലേക്ക് വന്നിട്ടുള്ളത്, ഡേയ്സിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളത്. ആ ഒരു മൂവ്മെൻറ്റ്സിനകത്ത് നാളെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂസ്ഡ് ആണ്. കാരണം കണ്ടിന്യൂസ് ഇത്രയും ദിവസമായിട്ട് ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു രീതി നമുക്ക് നോക്കാമല്ലോ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഫേസ് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 1, 2, 3 ഈ ഒരു ലെവലിലേക്ക് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു സപ്പോർട്ട് ഇവിടെ എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു റേഞ്ച് വന്ന് സപ്പോർട്ട് എടുക്കാൻ വളരെ സാധ്യത കൂടുതലാണ്.
വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം നാളത്തെ ട്രേഡ് ഏത് രീതിയിലായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. ബട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ ചാർട്ട് അനലൈസ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. അതനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. മാർക്കറ്റിൽ ഇതുപോലത്തെ വ്യൂവും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പിന്നീട് കാണും. അതുവരെ ബൈ ബൈ, താങ്ക് യു.